കാടിനടുത്തുള്ള പുഴയിൽ പോയിട്ട് നിങ്ങൾ കൂട്ടുകാരോടൊപ്പം ചിക്കൻ ചൂട്ട് തിന്നിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് രസകരമായ ത്രില്ലിംഗ് വീഡിയോ ആയിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ കാഞ്ഞിരക്കൊല്ലി ടൂറിസ്റ്റ് അട്രാക്റ്റീവ് സ്പോട്ടില്ലേ, അതിനടുത്തുള്ള ഒരു കുഞ്ഞ പുഴയല്ല, വലിയൊരു പുഴയാണ്. അതായത് ഒരു ഫേമസ് ആയിട്ടുള്ള പുഴയാണ്, പക്ഷെ അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഈ പുഴയുടെ പേര് തേനം കയമാണ്. ഒരു കയമാണ്, കുറേ പാറക്കെട്ടുകളുടെ ഇടയിലുള്ള. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂട്ടുകാരോടൊപ്പം ഒരു കുറച്ച് എൻജോയ്മെൻറ്റും കുറച്ച് ഫൺ ആക്ടിവിറ്റീസൊക്കെയാണ്. അപ്പോൾ നമുക്ക് തേനം കയത്തിലേക്ക് റോക്ക് ആൻഡ് റോൾ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ തേനം കയം. കണ്ടോ, സൂപ്പർ സ്ഥലമാണ്. നിങ്ങൾക്ക് വന്ന് അടിച്ച് പൊളിച്ച് ഒരു ദിവസം ട്രക്ക് ചെയ്ത് പോകാനുള്ള എല്ലാം ഉണ്ട്. നിങ്ങൾ കാഞ്ഞിരപ്പള്ളി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെയും കൂടെ വിസിറ്റ് ചെയ്യുക. കാരണം ഒരു ദിവസം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ കാട് കാണാം നല്ല രീതിയിലുള്ള. പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആന ഇടയ്ക്ക് വരും, അതൊരു പ്രശ്നമാണ്. പക്ഷേ ഈ ഇടയ്ക്കൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ ശല്യക്കാരനാണ് ആന, അപ്പം വരും. പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല കാട്ടിൽ നിന്ന് വരുന്ന അടിപൊളി വെള്ളമാണ്. അപ്പോൾ ചാടി കുളിക്കാൻ നല്ല രസമാണ്. പിന്നെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ, നീന്തൽ അറിയില്ലെങ്കിൽ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങരുത്. പിന്നെ നല്ല തണലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഈ ചിക്കനോ ഫിഷോ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്നിട്ട് ചുട്ടും തിന്നുക, നല്ല രസമായിരിക്കും. ഇനി ടെൻറ്റ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ അത് റിസ്ക്കാണ്. സോ നമുക്ക് പോയിട്ട് ചിക്കൻ ചുടുന്നോടത്തോട്ടേക്ക് പോവാം, അല്ലേ അമ്മമാർ തീർത്തറിയും. ഇവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ ആദ്യം ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ചുടുവാൻ വേണ്ടിയുള്ള അടുപ്പ് റെഡിയാക്കുക എന്നതാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അടുപ്പ് കൂട്ടുമ്പോൾ നമ്മുടെ തീപ്പൊരി പാറിയിട്ട് എങ്ങോട്ടേലും പോയാൽ കാടാനടുത്ത് പണി കിട്ടും. സോ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാലക്കൂട്ട് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അത്ര വലിയ ആന റെസിപ്പിയൊന്നുമല്ല, എന്നാലും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മളിത് വീട്ടിൽ നിന്നും റെഡിയാക്കിക്കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പേസ്റ്റും, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും, പിന്നെ നാരങ്ങ നീരും, ലേശം മഞ്ഞൾപ്പൊടിയും, പാകത്തിന് ഉപ്പും ചേർത്താണ് നമ്മൾ ഈ ചിക്കൻ റെഡിയാക്കിയത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പപ്പൻ കയം. ഇതിന് താഴെയാണ് തേനം കയം. അപ്പം എന്ന് പറഞ്ഞാൽ വലിയൊരു വാസ്റ്റ് ഏരിയ ആണ്. വാസ്റ്റ് ഏരിയ എന്ന് വെച്ചാൽ വലിയ മൊത്തം പാറകളാണ്. അതുകൊണ്ട് നമുക്ക് പാറകളുടെ ഇടയ്ക്കൊക്കെ ഒരുപാട് വെള്ളമുണ്ട്, അവിടെ നിന്നെല്ലാം കുളിക്കാൻ പറ്റും. പിന്നെ വേറെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡ് ഫോറസ്റ്റും ഇതിൻ്റെ ഒരു സൈഡ് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പം അവിടെ അങ്ങോട്ടൊക്കെ പോയ റോഡാണ്, ഈ സൈഡിലേക്ക് പോയാൽ. അതിൻ്റെ ഈ സൈഡിലേക്ക് പോയാൽ ഫോറസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് രാത്രിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ മൃഗങ്ങൾ ഇറങ്ങും. അതുകൊണ്ട് ഒരു 6 മണി 7 മണിക്ക് ശേഷം ഇവിടെ വരുന്നത് അത്ര സേഫല്ല, എന്നാലും ഇവിടെ ആളുകൾ വരുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർ വന്ന് മദ്യപിക്കുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ആൾക്കാർ ഇങ്ങനെയൊക്കെ വന്ന് ചെയ്യുന്നത് വളരെ മോശമാണ്. സോ നിങ്ങൾ വരികയാണെങ്കിൽ തന്നെ പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുപോവുക. കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഇവിടെ ഇട്ടിട്ട് പോകാതിരിക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ പ്രകൃതിനെ സംരക്ഷിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതൊന്നും ആക്കുന്നില്ല. അപ്പോൾ അതാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇവിടെയൊക്കെ കുടിക്കാൻ സൗകര്യമുണ്ട്, പക്ഷേ വഴുകുന്ന പാറകളാണ്. സോ വരുമ്പോൾ സൂക്ഷിക്കുക, കൂട്ടത്തിൽ ആളെ കൊണ്ടുവരിക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം എൻ്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ, എൻ്റെ വീട് ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ അകലെയാണ്, എന്നാലും അടുത്തായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വരണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എന്ത് ഹെൽപ്പിന് വേണമെങ്കിലും ഞാൻ ഉണ്ടാകുന്നതാണ്. പിന്നെ നമ്മളിവിടെ അടുപ്പ് കൂട്ടുവാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു. ജസ്റ്റ് നമ്മുടെ ഗ്രില്ലിന് വേണ്ട കമ്പിയും 2-3 ചിരട്ടയും, ബാക്കി തടിക്കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളെടുത്തു. പിന്നെ ലൈറ്ററും തീപ്പെട്ടിയൊക്കെ എടുക്കാൻ മറക്കരുത്.
കണ്ടോ നമ്മുടെ ചുട്ട ചിക്കൻ നമുക്ക് തിന്നു നോക്കാം. ഞാൻ ഇത്ര സെറ്റപ്പ് ഒന്നും ആവില്ലെന്ന് വിചാരിച്ചു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണം എന്താ ഒരു കടി അടിച്ചു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയി ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ചാൽ മാത്രമേ ജീവിതത്തിലൊരു കളർ ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മുടെ ക്യാമറ വെച്ചാൽ കൊതി വിടുന്നുണ്ട്, കൊടുക്കില്ല. ഈ കട്ട വേനൽ ചൂടിൽ നല്ല ഫോറസ്റ്റിൽ നിന്നും വരുന്ന തെളിഞ്ഞ വെള്ളത്തിൽ കുളിക്കുക എന്ന് പറയുന്നത് തന്നെ ഓസമാണ് ഗൈസ്, ഓസം. അതുകൊണ്ട് ഇവിടെ വരിക, നീന്താൻ അറിയെങ്കിൽ ഇതുപോലെ ചാടിക്കൂ. ചിക്കൻ ചുടുകയും കുളിയും മാത്രമൊന്നുമല്ല ഗൈസ്, നിങ്ങൾക്ക് മീൻ പിടിക്കാൻ അറിയുമെങ്കിൽ അതും ഇവിടെ ചെയ്യാവുന്നതാണ്. നല്ല വലിയ മീനുകളൊക്കെ ഈ പാറക്കല്ലുകളുടെ ഇടയിലുണ്ടാവും. അപ്പോൾ അതിനെ പിടിച്ച് നല്ല ചുട്ട് തിന്നുകയോ വറുത്ത് തിന്നുകയോ ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? നല്ല രസമാട്ടോ ഗൈസ്, ഇവിടെ ഇങ്ങനെ വന്ന് കുളിക്കാനും. ഫ്രണ്ട്സ് എല്ലാം കയറി വീണ്ടും ചിക്കൻ തിന്നാൻ പോയി. അപ്പം എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. എന്നാൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്തല്ലേ പറ്റും. അപ്പം നിങ്ങൾ ഫാമിലി മെമ്പേഴ്സായിട്ട് വരുമെങ്കിൽ വെള്ളത്തിലധികം ഇറങ്ങരുത്. വെള്ളത്തിൽ നീന്താൻ അറിയുന്നവർ മാത്രം ഇറങ്ങാം. ഇവിടെ ഒരു 2 ആൾ താഴ്ചയുണ്ട്. അപ്പം എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. ഞാൻ മാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. പിന്നെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക, അല്ലെങ്കിൽ ഈ സ്ഥലം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇവിടുത്തെ ടൂറിസം വർദ്ധിക്കണം, നല്ലതാകണം. അതുകൊണ്ട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞാൻ പിന്നെ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ടൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ്? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ അടിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് മീ ടോണി ടോജോ സൈനിങ് ഔട്ട് വിത്ത് ക്യാമറ മച്ചാൻ ജെറി. അപ്പം ടാറ്റ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നിങ്ങൾ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. ഞങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്യും.